നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഗൃഹനാഥന്റെ മൃതദേഹവുമായി കായംകുളം മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ പ്രതിഷേധം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ മൃതദേഹവുമായാണ് പ്രതിഷേധിച്ചത്. ബിജെപി ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചവറ പൈപ്പ് റോഡിൽ ഞാറനട്ടും കലപ്പ ഉഴുതും പ്രതിഷേധം. RYF പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ പന്മന തേവലക്കര നിവാസികളുടെ പ്രധാന യാത്രാ മാർഗമായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങൾ. LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിനോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ചടയമംഗലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പ്രചാരണം വ്യാജം. സോഷ്യൽ മീഡിയയിലായിരുന്നു പ്രചാരണം. വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു പ്രചാരണം. വിശദമായ വാർത്തകളിലേക്ക്. ഗൃഹനാഥന്റെ മൃതദേഹവുമായി മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ പ്രതിഷേധം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ മൃതദേഹവുമായാണ് BJP പ്രവർത്തകർ കായംകുളത്ത് മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ പ്രതിഷേധിച്ചത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മുത്തൂറ്റ് ഫിൻകോർപ്പിലെ ജീവനക്കാരുമായി ഉണ്ടായ തർക്കത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത ഗൃഹനാഥന്റെ മൃതദേഹവുമായാണ് BJP പ്രവർത്തകർ കായംകുളത്ത് മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ഓഫീസ് ഉപരോധിച്ചത്. വള്ളികുന്നം കടുവിനാൽ കാഞ്ഞിരത്തുമോട് മലവിളയിൽ ശശിഭവനത്തിൽ ശശിയാണ് ആത്മഹത്യ ചെയ്തത്. സ്ഥാപനത്തിലെ ജീവനക്കാരും ശശിയുമായി വാക്കുതർക്കമുണ്ടാവുകയും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് ശശി വീടിനുള്ളിൽ കയറി ജീവനൊടുക്കുകയായിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിലയ്ക്ക് നിർത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJP പ്രവർത്തകർ മൃതദേഹവുമായി മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത്. കായംകുളം മുനിസിപ്പൽ ജംഗ്ഷന് മുന്നിൽ മൊബൈൽ മോർച്ചറിയിൽ മൃതദേഹം വെച്ച ശേഷം പ്രവർത്തകർ ഫിൻകോർപ്പ് ഓഫീസിന് മുന്നിൽ ഉപരോധം തീർക്കുകയായിരുന്നു. BJP ആലപ്പുഴ സൗത്ത് പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഈ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് BJPയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ മുത്തൂറ്റിന്റെ ഈ മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പട്ടികജാതി പീഡന നിരോധന നിയമം അനുസരിച്ചും ഇവർക്കെതിരെ കേസെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ഒരാളുടെ പോലും ജീവിതം ഇതുപോലെ പോകാൻ പാടില്ല. ഇത് എത്ര തവണയായി കേരളത്തിൽ ഇവിടെ പോലീസും ഭരണവർഗവും നിഷ്ക്രിയമായി നിൽക്കുന്നതിന്റെ ഒരു ദുരന്ത ഫലം കൂടിയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മരുമകളുടെയും ഭാര്യ സഹോദരിയുടെ മകളുടെയും പേരിൽ ശശി ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്തത്. ആഴ്ചതോറും 1112 രൂപയായിരുന്നു തിരിച്ചടവ്. എല്ലാ ആഴ്ചയും കൃത്യമായി തുക അടച്ചിരുന്നു. ഒരാഴ്ച തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പണത്തിനായി സ്ഥാപനത്തിലെ ജീവനക്കാർ വീട്ടിലെത്തി. മഴ മൂലം ജോലിയില്ലാതിരുന്നതിനാൽ വൈകിട്ട് നൽകാമെന്ന് പറഞ്ഞ് തിരികെ അയച്ചു. വൈകിട്ട് വീണ്ടും ഒരു വനിത ഉൾപ്പെടെയുള്ള 4 ജീവനക്കാർ വീട്ടിലെത്തി. പണവുമായി മടങ്ങൂ എന്ന് പറഞ്ഞ് ഇവർ വീട്ടുമുറ്റത്ത് തന്നെ നിന്നു. ഇവർ ബഹളം വെച്ചപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മരുമകൾ അനഘ സമീപത്തെ വീട്ടിലേക്ക് പോയി. ഭാര്യ രാധ ഓച്ചിറയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ക്ലീനിംഗ് ജോലിക്കാരിയാണ്. ഇവരും ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഈ സമയം കാഞ്ഞിരത്തുമൂട്ടിൽ ബസ്സിൽ ഇറങ്ങുന്ന ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനായി സൈക്കിളെടുത്ത് ശശി പുറത്തേക്ക് പോയി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജീവനക്കാർ ഇയാളെ തടഞ്ഞു. പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. തുടർന്നാണ് ശശി വീടിനുള്ളിൽ കയറി കതകടച്ചത്. കതകിൽ തട്ടി ജീവനക്കാർ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് മരുമകളും മറ്റ് അയൽവാസികളും ശശിയുടെ വീട്ടിലെത്തിയത്. തുടർന്ന് കതക് കുത്തി തുറന്നു നോക്കുമ്പോൾ ശശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശശിയുടെ മരണത്തിന് ഉത്തരവാദികളായ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു BJPയുടെ പ്രതിഷേധം. തുടർന്ന് പ്രവർത്തകർ മുനിസിപ്പൽ ജംഗ്ഷൻ ഉപരോധിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.
പത്തനംതിട്ട കോന്നി ആനത്താവളത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കുട്ടിയാന കൊച്ചയ്യപ്പൻ ചരിഞ്ഞു. 4 വയസ്സായിരുന്നു പ്രായം. കൊച്ചയ്യപ്പനെ കെട്ടിയിട്ട ഭാഗത്താണ് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വൈറ്റമിന്റെ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നൽകി വരികയായിരുന്നു. കോന്നി ആനത്താവളത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ കുട്ടിയാന കൊച്ചയ്യപ്പനാണ് ചരിഞ്ഞത്. 4 വയസ്സായിരുന്നു പ്രായം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കൊച്ചയ്യപ്പനെ കെട്ടിയിട്ട ഭാഗത്ത് ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വിറ്റാമിന്റെ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നൽകി വരികയായിരുന്നു. ചരിഞ്ഞതിന് പിന്നിൽ വൈറസ് ബാധയാണോ എന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. 4 വർഷം മുമ്പ് 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കൂട്ടം തെറ്റിയ നിലയിലാണ് കൊച്ചയ്യപ്പനെ വനംവകുപ്പ് അധികൃതർക്ക് കിട്ടിയത്. ആനക്കൂട്ടത്തിനൊപ്പം വിടാൻ പലതവണ ശ്രമമുണ്ടായെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഉൾക്കാട്ടിലേക്ക് വിടാൻ പലതവണ ശ്രമിച്ചെങ്കിലും വനംവകുപ്പ് അധികൃതർക്കൊപ്പം വീണ്ടും കാടിറങ്ങുന്ന സ്ഥിതി ഉണ്ടായതോടെ വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കോന്നി ആനത്താവളത്തിലേക്ക് കൊച്ചയ്യപ്പനെ എത്തിച്ചത്. കോന്നി ആനത്താവളത്തിൽ ആവശ്യമായ പരിശീലനം നൽകി വരവെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചയ്യപ്പൻ ചരിഞ്ഞത്. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് കുട്ടിയാനയ്ക്ക് കൊച്ചയ്യപ്പൻ എന്ന പേര് നൽകിയത്. 7 വർഷത്തിനിടെ കോന്നി ആനത്താവളത്തിൽ 4 ആനകളാണ് ചരിഞ്ഞത്. കുട്ടിയാനകളെ ബാധിക്കുന്ന ഹെർപ്പസ് വൈറസ് ആണോ കൊച്ചയ്യപ്പന്റെ ജീവൻ കവർന്നതെന്നും സംശയിക്കുന്നുണ്ട്. അമ്മു, ലക്ഷ്മി എന്നീ കുട്ടിയാനകളും മുമ്പ് ആനത്താവളത്തിൽ ചരിഞ്ഞിരുന്നു. കൊച്ചയ്യപ്പൻ ചരിഞ്ഞതിനാൽ കോന്നി ആനത്താവളത്തിന് അവധി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. അഴീക്കൽ കുഴിത്തുറ സ്കൂളിലാണ് ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് തുറന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നിർമ്മാണം. 29 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഴീക്കൽ കുഴിത്തുറ സ്കൂളിൽ ഹൈടെക് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത്. 29 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. ഹൈടെക് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. കൊല്ലം ജില്ലയുടെ മാത്രം സംഭാവനയാണ്. ഞങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഇത് ലേഡീസ് ടീച്ചേഴ്സിൻ്റെ കൺവെട്ടത്ത് ഈ സ്ഥാപനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, ഏത് സ്ഥാപനത്തിലെയും ഏറ്റവും മോശപ്പെട്ട സ്ഥലത്താണ് സാധാരണ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് N ബിനുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ, പ്രഥമാധ്യാപിക ഗീത L, പ്രിൻസിപ്പൽ പ്രീത R, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അപ്പു തണ്ടാശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാമത് ഗ്രന്ഥപുരയാണ്. ഒരുപക്ഷെ കേരളത്തിലെന്നല്ല, നമ്മുടെ രാജ്യത്ത് പിന്നെ നമ്മളാണ് മാതൃക. എങ്കിലും കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ചെയ്യാത്തതാണ് 169 സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മൾ ഗ്രന്ഥശാല സ്ഥാപിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഫർണിച്ചർ ഏഷ്യയിലെ ഏറ്റവും നല്ല ഫർണിച്ചർ നിർമ്മാതാക്കളായിട്ടുള്ള ഇറക്കോയുടെ ഫർണിച്ചറാണ്. ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫർണിച്ചറാണ്. അതുപോലെ പുസ്തകങ്ങളുടെ സെലക്ഷൻ ജില്ലാ പഞ്ചായത്ത് തന്നെ നടത്തി പ്രസാധകരെ അറിയിച്ച് അവരാണ് പുസ്തകം തന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുനലൂർ നഗരത്തിൽ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾക്കായി വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നു. കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ 1ാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. പുനലൂർ നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഓഫീസുകൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ സമുച്ചയം നിർമ്മിക്കുന്നത്. കച്ചേരി റോഡിൽ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്നാണ് സമുച്ചയം നിർമ്മിക്കുന്നത്. ആദ്യ നിലയുടെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ 1ാം നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള 5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1639 ചതുരശ്ര മീറ്ററിൽ 6 നിലകളിലായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ 3 നിലകളുടെ നിർമ്മാണമാണ് നടക്കുക. DEO, AEO ഓഫീസുകൾ, കോൺഫറൻസ് ഹാൾ, പാർക്കിംഗ് സൗകര്യം എന്നിവ ഈ 3 നില കെട്ടിടത്തിനുള്ളിൽ നിർമ്മിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. പുനലൂർ നഗരത്തിലെ വിവിധയിടങ്ങളിലായാണ് നിലവിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം ഒരുമിച്ച് എത്തുന്നതും കാത്തുനിൽക്കുകയാണ് പുനലൂരിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ KSRTC ഡിപ്പോയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി. പ്രവേശന കവാടത്തിൽ ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ വീപ്പ നിരത്തി. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അടിക്കടി അപകടമുണ്ടാകുന്ന പുനലൂർ KSRTC ഡിപ്പോയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നടപടി തുടങ്ങിയത്. ഡിപ്പോയുടെ കവാടങ്ങൾ പരസ്പരം മാറ്റും. നിലവിൽ പ്രവേശിക്കുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പുറത്തേക്ക് പോകാനും പുറത്തേക്ക് പോകുന്ന കവാടത്തിലൂടെ ബസ്സുകൾ പ്രവേശിപ്പിക്കാനുമാണ് മുഖ്യ തീരുമാനം. ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പേർ ബസ്സിനടിയിൽപ്പെട്ടിരുന്നു. ഇതിലൊരാൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. അടിക്കടി അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇവിടം ബ്ലാക്ക് സ്പോട്ടാക്കി സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന് ഡിപ്പോ അധികൃതർ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിരുന്നു. ഇതുപ്രകാരം സ്ഥലപരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ് പുതിയ പരീക്ഷണം നിർദ്ദേശിച്ചത്. ഇതിനിടെ ഡിപ്പോയുടെ പ്രവേശന കവാടത്തിൽ വീപ്പ് നിരത്തി ബസ്സുകളുടെ വേഗം നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗതം നിയന്ത്രിക്കാൻ കവാടത്തിൽ ജീവനക്കാരനെയും നിയോഗിച്ചു. കവാടത്തോട് ചേർന്നുള്ള ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗും നിരോധിച്ചു. ദേശീയപാതയിൽ നിന്ന് താഴ്ചയിലേക്കുള്ള KSRTC ഡിപ്പോയിലേക്ക് ബസ്സുകൾ വളഞ്ഞു കയറുമ്പോൾ റോഡിലെ കാൽനട യാത്രക്കാർ ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് പുറത്താകും എന്നതാണ് പ്രധാനമായും അപകടമുണ്ടാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിലയിരുത്തി. ഡിപ്പോയ്ക്ക് സമീപം ദേശീയപാതയിലെ സീബ്ര ലൈൻ തെളിക്കുന്നതും ദേശീയപാതയിൽ നിന്നും ഡിപ്പോയിലേക്ക് മുമ്പുണ്ടായിരുന്ന പടവുകൾ പുനഃസ്ഥാപിക്കുന്നതിനും ബസ്സുകളുടെ വേഗം കുറയ്ക്കാൻ ഡിപ്പോയുടെ 2 കവാടങ്ങളിലും ഹമ്പും കോൺവെക്സ് കണ്ണാടികളും സ്ഥാപിക്കുന്നതും അപകടം കുറയ്ക്കുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. നടപ്പാതയ്ക്ക് കൈവരി നിർമ്മിക്കാനും ജീവനക്കാരുടെ വാഹനങ്ങൾ ഡിപ്പോയ്ക്ക് പിന്നിലെ ശൗചാലയത്തിന് സമീപത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യാനും നിർദ്ദേശിച്ചു. ദീർഘനേരം നിർത്തിയിടുന്ന ബസ്സുകൾ ഡിപ്പോയിൽ സ്ഥലപരിമിതി ഉണ്ടാക്കുന്നുവെന്നും ഇവ പിൻഭാഗത്തേക്ക് നീക്കിയിട്ടാൽ അപകട സാധ്യത കുറയ്ക്കുമെന്നും കവാടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീൻ റോഡിന് അഭിമുഖമാക്കുന്നതിന് സ്ഥല സൗകര്യം ലഭ്യമാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ GL റെജി, AMVIമാരായ ശ്രീപ്രസാദ്, പ്രശാന്ത്, പുനലൂർ ജോയിന്റ് RTO ഓഫീസിലെ AMVIS സിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനം നടത്തി. പെരിനാട് വെള്ളിമൺ ഗവൺമെന്റ് UP സ്കൂളിലാണ് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും അനുവദിച്ചത്. വെള്ളിമൺ ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഉദ്ഘാടനമാണ് നടത്തിയത്. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PM സാജൻ അധ്യക്ഷത വഹിച്ചു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ മുഖ്യാതിഥിയായി. വാർഡംഗം സ്റ്റാലിൻ സിറിൽ, പ്രഥമാധ്യാപിക H ഷീജ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രുതി, കുണ്ടറ AEO ശശിധരൻ പിള്ള, SMC ചെയർമാൻ രതീഷ്, സ്റ്റാഫ് സെക്രട്ടറി റീന ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. PC വിഷ്ണുനാഥ് MLAയുടെ SDF ഫണ്ടിൽ നിന്നും അനുവദിച്ചതാണ് ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും. 1500 കുട്ടികൾക്ക് പ്രതിഭാ സംഘം നടത്തി SLC +2 വിജയികളായ കുട്ടികളെ അനുമോദനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റ് എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും വളരെ പ്രശംസനീയമാണ്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ദിവസം വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ N ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിൽ SPCയുടെ 5ാമത് ബാച്ചിന്റെ ഉദ്ഘാടനം നടന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ശ്രീ N ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിലാണ് SPCയുടെ 5ാമത് ബാച്ച് ഉദ്ഘാടനം ചെയ്തത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. കുട്ടികളെ മികച്ച പൗരരായി വാർത്തെടുക്കുന്നതിൽ SPC നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് ശ്രീജ ഹരീഷ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പുതിയ തലമുറ പാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങളെ കുറിച്ചുമൊക്കെ ക്ലാസ് എടുക്കാൻ പ്രിയപ്പെട്ട സാറന്മാർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നേടുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ നടന്നു വരുന്ന വഴിയും നമ്മുടെ സ്കൂളും എല്ലാം നമുക്ക് 2 കണ്ണേ ഉള്ളൂവെങ്കിലും നമ്മുടെ ചുറ്റിലും ഒരുപാട് കണ്ണുകൾ നമ്മളെ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ബോധം നമുക്ക്
പ്രഥമാധ്യാപിക ഷിജി CS അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ M സജീവ് മുഖ്യാതിഥിയായിരുന്നു. SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുരാജ് എസ് പിള്ള സ്വാഗതം പറഞ്ഞു. കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ രജിത്ത് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. റിട്ടയർഡ് SI തുളസീധരൻ പിള്ള, CEO സഫർ, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ദീപ്തി VG, SPC PTA പ്രസിഡന്റ് അനിൽകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചടയമംഗലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലുണ്ടായ പ്രചാരണം വ്യാജമാണെന്ന് പോലീസ്. വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചത്. തമിഴ്നാട് സ്വദേശികളായ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം 3 കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടന്നു എന്നുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് അല്ല. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ തന്നെ ഇങ്ങനൊരു പരാതി വന്നത് പ്രകാരം നമ്മൾ CCTV ഫുട്ടേജ് എടുത്തതിൽ നമുക്ക് വണ്ടി ഐഡന്റിഫൈ ചെയ്യുകയും അത് പ്രകാരം നമ്മൾ RC ഓണറെ ബന്ധപ്പെടുകയും അതുവഴി ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. 7ഓളം വരുന്ന സംഘം, 7ഓളം പേര് അതിനകത്തുണ്ടായിരുന്നു വാഹനത്തിൽ. അപ്പോൾ അവർ അവിടുന്ന് ഈ പറഞ്ഞ വർക്കല, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്തതിനു ശേഷം ജഡായു എർത്ത് സെന്ററിലേക്ക് വരികയായിരുന്നു. വന്ന വഴിക്ക് ഈ പോരേടം ജംഗ്ഷനിൽ നിന്ന് ഈ വെള്ളൂപ്പാറ സൈഡിലെത്തിയ സ്കൂളിന് സമീപം, അത് UP സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂളിന് സമീപത്തെത്തിയ സമയം ഈ 3 കുട്ടികൾ നടന്നു പോവുകയും അതിനടുത്ത് ഈ വണ്ടി വരികയും തുടർന്ന് ഇവര് ഈ ഭാഷ തമിഴ് ഭാഷയിൽ എന്തോ അവരോട് സംസാരിച്ച സമയത്ത് ഈ കുട്ടികൾ ഭയക്കുകയും അതുപ്രകാരം ഈ കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട തമിഴ്നാട് സ്വദേശികളെ വർക്കലയിൽ നിന്നും ചടയമംഗലം പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തു. ഇതിലൂടെയാണ് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തിയത്. ഇവര് നമ്മൾ വിശദമായിട്ട് ചോദ്യം ചെയ്തതിൽ ഈ മൂന്ന് പേരെടുത്ത് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു. അതിനുശേഷം ഈ 7 വിദ്യാർത്ഥികളെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചതിൽ ഇവര് തമാശ രൂപേണ കുട്ടികളെ ഭയപ്പെടുത്തി ചെയ്ത പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ തട്ടിക്കൊണ്ടു പോകാമെന്നുള്ള ഒരു ഒഫൻസ് അതിനകത്ത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. ഇനി കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, അവർ വെരിഫൈ ചെയ്യുകയാണ്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിന്റെ CCTV ദൃശ്യം വെച്ചാണ് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നു എന്ന പ്രചാരണം വ്യാപകമായത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം. പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ചടയമംഗലം പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ പൈപ്പ് റോഡിൽ ഞാർ നട്ടും കലപ്പ ഉഴുതും പ്രതിഷേധം. RYF പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ പന്മന തേവലക്കര നിവാസികളുടെ പ്രധാന യാത്രാമാർഗമായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി. ഇതിൽ പ്രതിഷേധിച്ചാണ് RYF തേവലക്കര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടുള്ള റോഡിൽ കലപ്പ കൊണ്ടുഴുത ഞാറ് നട്ട് വേറിട്ടൊരു പ്രതിഷേധം. RYF പ്രവർത്തകരാണ് വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ പന്മന തേവലക്കര ഗ്രാമപഞ്ചായത്തിലുള്ളവരുടെ പ്രധാന യാത്രാമാർഗങ്ങളിലൊന്നായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി. റോഡ് നവീകരിക്കാത്ത ബന്ധപ്പെട്ടവരുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ചായിരുന്നു RYFന്റെ സമരം. തേവലക്കര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം മനോജ് പന്തവിള ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സുഭാഷ് S കല്ലട, R വൈശാഖ്, SA ഷാനവാസ്, സിയാദ് കോയിവിള, മുംതാസ്, ഇബ്രാഹിം കുട്ടി നടാലിയിൽ, ഹരീഷ് തേവലക്കര, നവാസ് കോയിവിള, സുരേഷ്, അനിൽകുമാർ, റഫീഖ് കിഴക്കേ വീടൻ, പ്രദീപ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ചവറ മണ്ഡലത്തിലെ റോഡുകൾ നവീകരിക്കുന്നതിൽ MLA പിടിപ്പുകേട് കാട്ടുകയാണെന്നും ഇവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പഴങ്ങാലം സംഗീത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പഴങ്ങാലം സംഗീത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഗവൺമെന്റ് UPSൽ സെമിനാർ സംഘടിപ്പിച്ചത്.
രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത ദിനത്തോടനുബന്ധിച്ചായിരുന്നു സെമിനാർ. സ്കൂൾ പ്രഥമാധ്യാപിക അനിതകുമാരി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ഉദയകുമാർ സ്വാഗതം പറഞ്ഞു. കവിയും സാഹിത്യകാരനുമായ അജേഷ് മാധവൻ ക്ലാസ് നയിച്ചു. പുസ്തകം വായിക്കുന്നവർ എണ്ണത്തിൽ കുറവാണ് പത്രം വായിക്കുന്നവർ അല്ലേ? എല്ലാ ദിവസവും പത്രം വായിക്കുന്നവർ. ഇന്നിപ്പോ പ്ലാസ്റ്റിക് ഫ്രീ ഡേ അല്ലെ? പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി ലോകം മുഴുവൻ. ക്ലബ്ബ് ഭാരവാഹികളായ ആദർശ്, ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകത്തോട്ട പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായാണ് പരിശീലനം നടത്തിയത്. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പോഷകത്തോട്ടം പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായായിരുന്നു പരിശീലനം. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പല ഉൽപ്പന്നങ്ങളും നമുക്ക് ഒരു ഏജൻസിയെ വിളിച്ചു കൊടുക്കത്തക്ക നിലയിലേക്ക് നമ്മുടെ പ്രദേശത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ഉൽപാദന സന്നദ്ധമായ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും ഓണക്കാല ചന്തയും ഞാറ്റുകാല ചന്തയും ഒക്കെ ആരംഭിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ആ പ്രായോഗിക പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികർ ലാഭകരമെന്ന നിലയിൽ ചെയ്തുകൊണ്ടിരുന്ന കൃഷി ഇന്ന് പലപ്പോഴും നഷ്ടം എന്ന നിലയിലേക്ക്, സാമ്പത്തിക നഷ്ടം എന്ന നിലയിലേക്കാണ് മാറാറുള്ളത്. പക്ഷേ നാം കഴിക്കുന്ന ആഹാരത്തിലൂടുണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് ഇതുവഴി ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ വലുതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ ഇത്തരം കൃഷികൾ നിലനിൽക്കുന്നത്. വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വിമൽരാജ്, നിഷ സുധീഷ്, സജ്ജി അനിൽ, ജോയി ആന്റണി, സി രതീഷ്, സീനത്ത്, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം ലേഖ, ചവറ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ സോനൽ സലീം, കൃഷി ഓഫീസർമാർ, CDS അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സുരക്ഷിത ഭക്ഷണം ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കഴിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ഉറപ്പാക്കണം. പലപ്പോഴും അല്ല, കുട്ടികൾക്കായാലും നമ്മുടെ വീട്ടുവളപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗത കൃഷി ചെയ്യുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ തന്നെ നമ്മൾ വീട്ടിൽ ലഭ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിപണിയിൽ വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടുവളപ്പിലുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. സോഫ്റ്റ്വെയർ തകരാർ, സബ് ട്രഷറിയിൽ ജനം വലഞ്ഞു. പുനലൂർ സബ് ട്രഷറിയിൽ എത്തിയവരാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ വലഞ്ഞത്. സംസ്ഥാന വ്യാപകമായുണ്ടായ തകരാറാണ് അസൗകര്യത്തിന് കാരണമെന്ന് ട്രഷറി അധികൃതർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി വ്യാഴാഴ്ച പുനലൂർ സബ് ട്രഷറിലെത്തിയവർ വലഞ്ഞു. സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറാണ് കാരണം. ഉച്ചതിരിയും വരെ ഇവിടെ നിന്നുള്ള സേവനങ്ങൾ തടസ്സപ്പെട്ടു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ട്രഷറി ഓഫീസിൽ പെൻഷൻകാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ 8:30 മുതൽ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളുമായി എത്തിയവരുൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. സൈറ്റിലെ തകരാർ മൂലം ഇവർക്കുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 8:30 ഞങ്ങൾ വന്നതാണ്. എന്നിട്ട് ഇവിടെ 10 മണിയായപ്പോൾ അവരെല്ലാം വന്നിട്ട് ഒന്ന് വർക്കിനിരുന്നപ്പോൾ നെറ്റില്ലെന്ന് പറഞ്ഞ് ഇരിക്കുക. ഇത്ര നേരെ അവർ ഊണ് സമയമായപ്പോൾ അവരെല്ലാം അത് അടച്ച് അവർ പോയി ഉണ്ണാൻ പോയി. ഞങ്ങളെല്ലാം ഇങ്ങനെ കാവൽക്കാരെ പോലെ ഇരിക്കുന്നു. പൊടിക്കൊച്ചിനെയും കൊണ്ട് വന്നാണ് വീട്ടിൽ വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് നേരം വെളുത്തോട്ട് ഈ രീതി ഇരിക്കണം. നെറ്റില്ല അവർ കുറ്റക്കാരാണ്, നമ്മൾ പറയത്തില്ല. വീട്ടിൽ കൊടുത്തെങ്കിലല്ലേ അവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വന്നതിന് ശേഷം നല്ലപ്പെട്ട അനുഭവമാണ്. ഞാൻ 2-3 കൊല്ലം വരുന്നത്. ഇത് നല്ലപ്പെട്ട. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്ന് അതൊക്കെ പറയും. വന്നിട്ടുണ്ടെന്ന് പറയും. ഉച്ചതിരിഞ്ഞ 3 വരെ ഇവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ തകരാറാണ് ഈ അസൗകര്യത്തിന് കാരണമെന്ന് ട്രഷറി അധികൃതർ പറഞ്ഞു. 3 മണിയോടെ തകരാർ പരിഹരിക്കപ്പെട്ടതായും ഇതിനുശേഷം എല്ലാ സേവനങ്ങളും ലഭ്യമാക്കിയെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ ഉപരോധിച്ചു. ഗ്രാമപഞ്ചായത്തിനോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഓഫീസ് ഉപരോധിച്ചത്.
പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിൽ LSGD ജീവനക്കാരെ സ്ഥലം മാറ്റുകയാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ LSGD വിഭാഗം ജീവനക്കാരെ സ്ഥലം മാറ്റിയിട്ട് പകരം ആളെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന തരത്തിൽ LSGD വിഭാഗം ജീവനക്കാരെ സ്ഥലം മാറ്റുകയും പകരം നിയമനം നടത്താതെ പഞ്ചായത്തിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുകയാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. LSGD ഓവർസിയറെ സ്ഥലം മാറ്റിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടും പകരം നിയമനം നടത്തിയിട്ടില്ല. ഉണ്ടായിരുന്ന AE സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു ക്ലർക്ക് മാത്രമാണുള്ളത്. ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് U ഉല്ലാസ് ആവശ്യപ്പെട്ടു. ഒരു സാഹചര്യമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലൈഫിന്റെ അപേക്ഷകൾ പോലും വന്നിട്ട് പരിശോധിക്കാതെ ആ ലൈഫിന്റെ ആൾക്കാർക്ക് വീട് വെക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, റോഡാകട്ടെ ഓടയാകട്ടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ പറയുന്നത് പോലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ ഇന്ന് AXE ഉപരോധിച്ചിരിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് T ഷൈമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹജിത, മായ, പഞ്ചായത്ത് അംഗങ്ങളായ ബേബി, സരിത തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹനാഥന്റെ മൃതദേഹവുമായി കായംകുളം മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ പ്രതിഷേധം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വള്ളികുന്നം സ്വദേശി ശശിയുടെ മൃതദേഹവുമായാണ് പ്രതിഷേധിച്ചത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ചവറ പൈപ്പ് റോഡിൽ ഞാറനട്ടും കലപ്പ ഉഴുതും പ്രതിഷേധം. RYF പ്രവർത്തകരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചവറ പന്മന തേവലക്കര നിവാസികളുടെ പ്രധാന യാത്രാമാർഗമായ പൈപ്പ് റോഡ് തകർന്നിട്ട് മാസങ്ങൾ. LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങളാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിനോട് സർക്കാർ കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ചടയമംഗലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പ്രചാരണം വ്യാജം. സോഷ്യൽ മീഡിയയിലായിരുന്നു പ്രചാരണം. വിനോദസഞ്ചാരികളായ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നായിരുന്നു പ്രചാരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.